ഹരികുമാരൻ തമ്പി അവതരിപ്പിക്കുന്ന 3 കോടിയും 300 പവനും. രചന അൻസാർ കലാഭവൻ. ഗാനങ്ങൾ കൈതപ്രം. സംഗീതം SP വെങ്കടേഷ്. ഛായാഗ്രഹണം MD സുകുമാരൻ. നിർമ്മാണം ജയപ്രഭ. സംവിധാനം ചെയ്തിരിക്കുന്നത് ബാലു കിരിയത്താണ്. വളരെ സാധാരണ ചുറ്റുപാടുള്ള വീട്ടിലെ ഗോപാലകൃഷ്ണൻ മേടയിൽ ബാങ്കേഴ്സിന്റെ മാനേജരാണ്. ഉടമസ്ഥനായ ഉണ്ണിത്താൻ മുതലാളിക്ക് അയാളെ വളരെ വിശ്വാസമാണ്. പക്ഷേ കുറുപ്പിന്റെ മകൻ അനന്തുവിന് ഗോപാലകൃഷ്ണനെ അത്ര ഇഷ്ടമായിരുന്നില്ല. ശ്രീദേവിയുമായി ഗോപാലകൃഷ്ണനുള്ള ബന്ധം അവന് സുഖിച്ചതുമില്ല. ഈ ഗോപാലകൃഷ്ണന്റെ കാര്യം തന്നെ എടുത്തോളൂ. എന്നെക്കാളും മേടയിൽ ബാങ്കേഴ്സിനോട് ആത്മാർത്ഥതയുള്ളവനായ ഇവനെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ IAS ഇന്റർവ്യൂ ഒക്കെ ആയി ഇരിക്കുന്നവനാ. ലീവ് എടുക്കാൻ പറഞ്ഞാ കേക്കില്ല. എന്താടോ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? താൻ എഴുതാൻ പോകുന്ന പരീക്ഷ നിസ്സാരമായി എഴുതിത്തള്ളാവുന്നതല്ല. അതിന് അതിൻ്റെതായ രീതിയിൽ റെഫറൻസും പഠനവും ഒക്കെ വേണം. താൻ പറഞ്ഞ പുസ്തകങ്ങൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒന്ന് തിങ്കളാഴ്ച തരാമെന്ന് കർത്താവ് സാർ പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി, ആ പുസ്തകവും ബാങ്കിന്റെ താക്കോലും എടുത്തോ, പോയി വാങ്ങിച്ചോ. കേട്ടോ, ഈ ബുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചാ പോരാ, നന്നായി പഠിക്കണം കേട്ടോ. ശ്രമിക്കാം. ഗോപാലകൃഷ്ണനും കൂട്ടുകാർക്കും സീരിയൽ പിടുത്തത്തിന്റെ സൈഡ് ബിസിനസ്സുമുണ്ട്. അവരുടെ ടീമിൽ നിന്നും തിരക്കഥാകൃത്ത് മുങ്ങിയതോടെ അവരെല്ലാം പ്രതിസന്ധിയിലായി. പ്രശ്നപരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് പുതിയ എഴുത്തുകാരൻ രംഗത്തെത്തിയത് എല്ലാവർക്കും പ്രതീക്ഷ നൽകി. പക്ഷേ ചുവപ്പ് കണ്ടാൽ മനോദല തെറ്റുന്ന ആളായിരുന്നു പുതിയ തിരക്കഥാകൃത്ത്. എന്താ എല്ലാരും കപ്പൽ മുങ്ങിയ പോലെ ഇരിക്കും? ഏതാണ്ട് മുങ്ങിയ അവസ്ഥയില. എന്തു പറ്റി? തിരക്കഥാകൃത്ത് മുങ്ങി. അയാൾക്ക് കാശ് വേണം, പട്ടിണി കിടക്കാൻ പറ്റില്ല എന്ന്. എന്തെങ്കിലും പറഞ്ഞ അയാളെ പിടിച്ചു നിർത്തേണ്ടായിരുന്നു. ദൂരദർശനിലൊക്കെ നല്ല പിടിയുള്ള ആളാണ്. ബാങ്കിൽ പോയി എഴുത്തുകാരൻ നേടി. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ മക്കളെ. ഇതുപോലൊരു എഴുത്തുകാരനെ ഇനി ജീവിതത്തിൽ കിട്ടൂല. ഇതാണ് KS കൊണ്ടോട്ടി. നമസ്കാരം. ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അധികം ആരോടും സംസാരിക്കാറില്ല. എഴുത്ത് മാത്രം, എഴുത്തോടെഴുത്ത്, മുടിഞ്ഞ എഴുത്ത്. नमस्कार, मैं शाहरुख खान या सलमान खान नहीं हूँ, मैं गोपालकृष्ण हूँ. परदेसी परदेसी जाना नहीं, मुझे छोड़कर. तू चीज बड़ी है मस्त, तू चीज बड़ी है मस्त मस्त. तुझे देखा है तो जाना सनम, प्यार होता है दीवाना सनम. അനുഗ്രഹിക്കണം സാബ്. എനിക്കൊക്കെ കൊണ്ടോട്ടി കൂടെ ഒന്ന് കണ്ടേ. താങ്ക് യു സാബ്. അപ്പൊ ഞാൻ പോലീസ് ഡയറക്ടർ ഉൾബൻ കുൽക്കീസിന്റെ ഡബിൾ കോസ് എന്ന വിശ്വവിഖ്യാതമായ കഥാപാത്രത്തിന്റെ ഒരു കത്തുണ്ട്. എനിക്ക്? നിനക്കല്ല, അവന്. ഏലിയാസേ, ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. കൊണ്ടോട്ടിയെ കാണാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവനെ ഒന്ന് കാണേണ്ടതാ. കൂളിംഗ് ഗ്ലാസും കറുത്ത പാന്റും ചുവന്ന ഷർട്ടും. എന്നാൽ അവർക്കിടയിലേക്ക് പുതുതായി വന്ന TV സീരിയലിലെ നായിക അവരുടെ പ്രതീക്ഷകളെ വളരെ ഉണർത്തി. ഇതാണ് നമ്മുടെ നായിക, ഒരു തനി മലയാളി പെൺകുട്ടി. വന്നോളൂ, ഫ്രെയിമിലേക്ക് വന്നോളൂ. കുറുപ്പേ, അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യൂ. ആ സീരിയലിന്റെ പ്രൊഡ്യൂസറായി വളരെ വ്യത്യസ്തമായ സ്വഭാവക്കാരനായ ഒരു നിർമ്മാതാവിനെയും അവർ കണ്ടെത്തി. അവനുണ്ട് അനിയെന്ന് പറയാതെ. അനിയനെ പോലത്തവൻ. ശരി, അനിയനെ പോലത്തവനെ ഒഴിവാക്കി തന്നാൽ ഒരു പ്രത്യുപകാരം ചെയ്യാമോ? മുതലാളി, ഒരു പാലം ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമല്ലോ. പറ്റില്ല. പാലിടാനൊക്കെ ഒരുപാട് കാശ് വേണ്ടി വരും. എന്നാലും ഒരു കൊച്ചു പാലം പറ്റില്ല പറഞ്ഞില്ലേ? ഓക്കെ, എന്നാ വേണ്ട. ഞങ്ങളുടെ TV സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാമോ? അവനോട് വണ്ടി എത്തിയാൽ പാലിനെയാണെന്ന സത്യം
ഞാൻ സീരിയലെടുത്തിരിക്കും. തനിക്ക് വന്ന വിവാഹാലോചന ശ്രീദേവി തള്ളിക്കളഞ്ഞു. ഗോപകുമാരനെ മാത്രമേ താൻ കല്യാണം കഴിക്കൂവെന്ന് അവൾ തുറന്നു പറഞ്ഞതോടെ വീട്ടിൽ അത് പ്രശ്നമായി. അതോടെ അനന്തുവിന് ഗോപാലകൃഷ്ണനോട് വളരെ ശത്രുതയുമായി. അല്ല, ഇതൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? എന്റെ മകളായ ശ്രീദേവിയും എന്റെ സ്റ്റാഫായ ഗോപാലകൃഷ്ണനും പരിചയമുള്ളവരല്ലേ? അവര് വഴി വെച്ച് കണ്ടു, സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ പല വട്ടമുള്ള കൂടിക്കാഴ്ച കണ്ടപ്പോ ഇവനത് വേദനയായി. ഇവൻ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്? ഞാൻ എന്തായാലും എന്റെ ജീവനക്കാരന് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. മരുമകനായ നിനക്കും കെട്ടിത്തരത്തില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാ, ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഗോപാലിന് മാത്രമായിരിക്കും. ഓഹോ, അത് ശരി. അപ്പോ ഇവര് പറഞ്ഞതൊക്കെ നേരാണല്ലേ? വാടാ, നമുക്ക് പോകാം. ഇനി ഇവിടെ എന്ത് കാര്യം? പോട്ടേളിയാ, ഇത് വല്ലാത്ത നെറുവേറായി പോയി. എന്നോട് വേണ്ടായിരുന്നു. വാടാ. ഗോപാലകൃഷ്ണനെ ഒതുക്കുന്നതിനു വേണ്ടി കള്ളൻ ചന്ദ്രനെയും ലാസറിനെയും കൂട്ടുപിടിച്ച് ബാങ്കിൽ അവനൊരു മോഷണം നടത്തി. പക്ഷേ കള്ളൻ ചന്ദ്രനും ലാസറും വന്ന് പിന്നെയും പണം ചോദിച്ചത് അനന്തുവിനെ കഷ്ടത്തിലാക്കി. എനിക്കിനി അഡ്വാൻസല്ലേ വന്നിട്ടുള്ളൂ. ബാക്കി എനിക്ക് നക്കാപ്പിച്ച ഒരു 50,000 രൂപയല്ലേ വന്നുള്ളൂ. അതിന് 50,000 രൂപ പ്രതിഫലം പറഞ്ഞ് ഉറപ്പിച്ചല്ലേ? കൊച്ചനെ ഞങ്ങളങ്ങനെ മണ്ടന്മാരാക്കല്ലേ. പോലീസുകാരുടെ വരിക, നിങ്ങളെ പോക്കുക, ഉണ്ണിത്താൻ അറിയുക, നാട്ടുകാരറിയുക, കോടതി കയറുക. ബാങ്കിൽ നിന്നും കവർന്ന പൊന്നും പണവും പെട്ടിയിലാക്കിയത് സീരിയൽ പിടുത്തക്കാർക്കാണ് കിട്ടിയത്. അതുമായി അവർ സിനിമാ മോഹവുമായി മദ്രാസിലേക്ക് പുറപ്പെട്ടെങ്കിലും വഴിയിൽ വെച്ച് പെട്ടി വെള്ളത്തിൽ പോയി. ഈ പോക്ക് മദ്രാസിലെത്തുന്ന തോന്നല്ല പഠിച്ചോനെ. അന്ന് ആ നാട്ടിൻ കടുതാ. ആ വണ്ടി വിട്ടോ, വണ്ടി പോട്ടെ. ഈ കാലം വണ്ടി ഓടിക്കുന്നത്. ഭാഗ്യത്തിന് ആ നിധി കുറച്ചു നാളുകൾക്ക് ശേഷം അവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കിട്ടി. അവർക്കത് വളരെ ആഘോഷമായി മാറി. നമ്മള് പറഞ്ഞത് നമ്മളെ കൈവിട്ട് പോകില്ലെന്ന്. നമുക്ക് ഇവിടെ തന്നെ കുറിച്ചും കൂടാ. പൊന്നും പണവും ബാങ്കിൽ നിന്നും നഷ്ടപ്പെട്ടത് ഗോപാലകൃഷ്ണന്റെ തലയിലായി. അവന്റെ വീട്ടുകാരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ശ്രീദേവി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പ്രശ്നമൊക്കെ പിന്നെ പറയാം. എവിടാടി പൊന്നും പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വേഗം കാണിച്ചാ, ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കി വെക്കല്ലേ. എന്തേ പറയണത്? ആ താനുകൾ കുറച്ച് സാർ ഇങ്ങോട്ട് മാറി.
എന്തെങ്കിലും കിട്ടിയോ? ഒന്നുമില്ല സാർ. അടുക്കള ഭാഗം സെർച്ച് ചെയ്യാം. മര്യാദയ്ക്ക് പറഞ്ഞോളാം. എവിടെയാണ്? അയ്യോ ഞങ്ങൾക്ക് അറിയില്ല, ദൂരെ എവിടെ പോയതാ? എപ്പോഴാ പോയത്? ഇന്നലെ വൈകുന്നേരം. സാർ, സാധനത്തിന്റെ കുറച്ച് ഭാഗം കിട്ടി. മുഴുവനൊന്നുമില്ല. ബാങ്കിൽ വെച്ച് പണയപ്പെട്ടതാ. നടക്കടി സ്റ്റേഷനിലേക്ക്. ശ്രീദേവിയോ? ഉണ്ണിത്തമ്മ കണ്ടില്ലേ? ഇല്ല, അച്ഛൻ കേസിന്റെ കാര്യത്തിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയിരിക്കാം. എന്റെ ഭാര്യയെ വീട്ടുകാരെ പോലീസുകാർ എന്തിന്? ബാങ്ക് കൊള്ളടിച്ച ഗോപാലകൃഷ്ണനാണോ എന്ന് പോലീസുകാർക്ക് സംശയമുണ്ടെന്ന്. ഞാൻ ചീത്തയായിരിക്കും, കള്ളുടിയനായിരിക്കും, പക്ഷെ എന്റെ ഭാര്യയും വീട്ടുകാരെയും പോലീസുകാർ ഉപദ്രവിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. പോലീസുകാരെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. എന്തേ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? എന്റെ വീട്ടിലെ വിഷമം എനിക്കെല്ലാം അറിയൂ. ഇത്തിരി കഴിക്കുകൂടി ചെയ്യുമ്പോ ഓരോന്ന് വിളിച്ചു പറഞ്ഞു പോണതാ. ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾ രക്ഷിക്കണം. വിഷമിക്കണ്ട, സ്റ്റേഷനിലേക്ക് ഞാനും വരാം. വണ്ടി കയറി. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അന്വേഷണത്തെ കുറുപ്പും അനന്തവും എതിർക്കുന്നത് എല്ലാവർക്കും സംശയമുണ്ടാക്കി. ഇതിനിടെ ചന്ദ്രനും ലാസറും കുറുപ്പിനെ വന്നു ഭീഷണിപ്പെടുത്തി. തെരുവിൽ ജനിച്ച് തെരുവിൽ വളർന്നവനായി ലാസർ. താഴെ ഭൂമി, മുകളിൽ ആകാശം. കുറെ ദിവസമായിട്ട് എന്നെ വട്ടം കുറക്കുക. തന്നെ കൊന്ന ഒരു ചിക്കൂലോ. ഈ ബോഡി ഉണ്ടല്ല, ഡെഡ് ബോഡി ആക്കി കളയും കേട്ടാ. ലാസറേറ്റോ? അല്ല, ലാസറേറ്റന്റെ തണ്ട പറഞ്ഞു പറ്റിച്ചാലുണ്ടല്ല. കത്തി മാറ്റാൻ പറയണ. പ്ലീസ് ലാസറേട്ടാ, കത്തി മാറ്റിയാലും സംസാരിക്കാലോ. കത്തി മാറ്റിയില്ലെങ്കിലും സംസാരിക്കാല്ല. ലാസറേ, മറ്റാരോ ചതിച്ചതാ. എല്ലാ ദൈവങ്ങളാണ് സത്യം. ഞാൻ പെട്ടി കൊടുത്തതാ. ബസ്രത്ത് പറമ്പിൽ വെച്ചാ കൊടുത്തേ. എങ്കിൽ എന്നെ അന്വേഷിക്കാമായിരുന്നില്ലേ? ഞാൻ ചോദിച്ചു. ആ പാവം പറഞ്ഞു എല്ലാവരും വീട്ടിലുണ്ടെന്ന്. നോണ, കല്ല് വെച്ച നോണ. ഓ, ഗുരുവായൂരപ്പനാണ് സത്യം. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാമായിരുന്നില്ലേ? ഞാൻ ഇവരും കൂടി ഒന്ന് തപ്പിയതാ, പക്ഷേ തുമ്പ് കിട്ടിയില്ല. എങ്കിലാണ് അസ്വത്തുറമ്പിലും നരിച്ചു പറിക്കാലാക്കാനെ. ശരി, തൽക്കാലം ഞാനത് വിശ്വസിക്കുന്നു. നസ്രത്ത് പറമ്പും പരിസരങ്ങളും ഒന്ന് അന്വേഷിച്ചിട്ട് ലാസർ തിരിച്ചു വരും. അതൊരു വരവായിരിക്കും. താൻ പറയുന്നത് സത്യമാണെങ്കിൽ ലാസർ ക്ഷമിക്കും, ഇല്ലെങ്കിൽ പ്യാരിക്കണ്ട. പുള്ളി എങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒറ്റക്കുത്തിന് വന്നാലും വേദന അറിയത്തില്ലല്ല. നമുക്ക് പോകാനെ. ഗോപാലകൃഷ്ണന് IAS പ്രവേശനം തരമായി. ശ്രീദേവി, എന്താ ഇത് കണ്ടോ? കേരളത്തിൽ നിന്ന് 3 പേർക്ക് IAS. അതിലൊരാൾ നമ്മുടെ ഗോപാലകൃഷ്ണ. ഗോപാലകൃഷ്ണന്റെ സുഹൃത്തുക്കളായ TV-ക്കാരെ കുറുപ്പും സംഘവും മർദ്ദിച്ചു. ഇനി ഇവനെ തല്ലിട്ട് കാര്യമില്ല. അച്ഛൻ കുടിച്ച് ബോധമല്ലാണ്ട് മറ്റു വല്ലവരുടെ കയ്യിലായിരിക്കും പെട്ടിക്കൊണ്ട് കൊടുത്തത്. ലാസറേട്ട, ബാക്കി പൊന്നും പണവും വീട്ടിലിരിപ്പുണ്ട്. അത് മുഴുവൻ ഞാൻ ലാസറേട്ടൻ തരാം. പകരം എനിക്ക് ശ്രീദേവി. അതിന് ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഗോപാലകൃഷ്ണൻ എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നതിനുള്ള രേഖ പോലും ഉണ്ടാവില്ല. അതുപോലെ ശരി, പോയി ഞാൻ പണം കൊണ്ടുവാ. മോനെ അനന്താ, അച്ഛൻ ഒന്നും പറയണ്ട. പറയണോ? പറയണോ? ഒന്നും പറയണോ? പൊന്നും പണവും അടങ്ങിയ പെട്ടിക്ക് വേണ്ടി അവർ തല്ലുകൂടി. അവിടേക്ക് മിന്നൽ വേഗത്തിലെത്തിയ ഗോപാലകൃഷ്ണൻ ആ പെട്ടി വീണ്ടെടുത്ത് ഉണ്ണിത്താൻ മുതലാളിക്ക് തിരിച്ചേൽപ്പിച്ചു. ഇവയാണ് കുറിപ്പ്. ഒരുപാട് പേരുടെ വേർപ്പാണ് ഈ കാശ്. പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ഇതാദ്യം പണക്കാരുടെ കയ്യിലായി. പിന്നീട് അത് കൈക്കൂലിയായി, രാഷ്ട്രീയക്കാരുടെ സമ്പാദ്യമായി, അവരുടെ കള്ളപ്പണമായി ബാങ്കിലായി. ഇതിൽ ഭൂരിഭാഗവും ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതിന്റെ പ്രയോജനം ഏതെങ്കിലും രീതിയിൽ അവർക്ക് തന്നെ ലഭിക്കണം സാർ. ഒരു IAS-കാരന്റെ നിർദ്ദേശമല്ല, ജനങ്ങളെ സേവിക്കാൻ. ശരിക്കും നാടൻ സ്കിറ്റുകളുടെ ഒരു മിമിക്സ് ഹാസ്യമേളനമാണ് ഈ ചലച്ചിത്രം. കൃഷ്ണന്റെ ആഗ്രഹം പോലെ ഈ കാശ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞാൻ മുതൽ മുടക്കാം.